അങ്ങനെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഒരു 10-12 ദിവസം 15 ദിവസത്തിൻ്റെ അടുത്തൊക്കെ നിന്നു. 4-5 ദിവസമൊക്കെ അങ്ങനെ എടുക്കൽ, പിന്നെ എന്താ പറയുക, IQ ലെവൽ നോക്കൽ, ഈപ്പിലെപ്സി ഉണ്ടോ നോക്കൽ, അങ്ങനെയൊക്കെ ഒരു 4-5 ദിവസമൊക്കെ കൊണ്ട് കടന്നുപോയി. പിന്നെ അവർ മെൻ്റലി പ്രശ്നമുള്ള ആൾക്കാരുടെ കൂടെ അവനെ നിർത്തി നോക്കി, സെല്ലിലൊക്കെ ഇട്ട് നോക്കി. നമുക്കതൊക്കെ കാണുമ്പോൾ എന്താ പറയുക, സങ്കടം സഹിക്കാൻ പറ്റാത്ത പോലെ തോന്നും. പിന്നെ നമ്മൾ എന്താ പറയുക, പിന്നെ എൻ്റെ ബ്രദർ പോയിട്ട് ഡോക്ടറോട് പറഞ്ഞു, അവൻ ചെറിയ കുട്ടിയല്ലേ, 4 വയസ്സല്ലേ ആയിട്ടുള്ളൂ, നിങ്ങൾ പിന്നെ ഇങ്ങനെയൊന്നും ഇടണ്ട, ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്, അവന് അതിന് മാത്രമുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടറോട് പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ അവിടുന്ന് അവനെ മാറ്റിയിട്ട് ഓട്ടിസ്റ്റിക്കായ ആൾക്കാരുടെ അടുത്ത് കൊണ്ടുപോയി ആക്കി അവനെ. അപ്പോൾ അവൻ അവിടെ അനുകരിക്കാൻ തുടങ്ങി, അവർ കളിക്കുന്ന പോലെയൊക്കെ കളിക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളെ ഡോക്ടർ വിളിപ്പിച്ചു. പിന്നെ ഡോക്ടർ നമ്മളോട് സംസാരിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത്, ഇവനെ ഓരോരോ സെക്ഷനിൽ കടത്തിയിട്ടൊക്കെ നോക്കുകയാണ്, ഇവനിക്ക് എന്താ പ്രശ്നം ഏതാണെന്നുള്ളതൊക്കെ, അതൊക്കെ അവർ പഠിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ നമ്മളെ റൂമിലോട്ട് വിളിച്ചതിന് ശേഷം ഡോക്ടർ നമ്മളോട് ആദ്യമായിട്ട് ഈ സ്പീച്ച് തെറാപ്പിനെ കുറിച്ചിട്ടും സംസാരിച്ചത്. തെറാപ്പികളെ കുറിച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് അന്നാണ് കേൾക്കുന്നത്. അന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞത്, അന്ന് 1000-1 കുട്ടിക്ക് ഉണ്ടാവുന്നൊരവസ്ഥയാണിത്, ഈ ഒരു സിറ്റുവേഷൻ. പിന്നെ ഇന്നത് 60-1 കുട്ടിക്കൊക്കെ ആയി മാറി തോന്നുന്നു. അന്ന് അങ്ങനെയാണ്. അന്നതൊക്കെ കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമായിരുന്നു. എങ്ങനെ ഇതിനെ മുന്നോട്ട് കൊണ്ടുവരിക, ഒരു ഐഡിയ ഇല്ല, നമ്മൾ മെൻ്റലി തളർന്നു പോണ പോലെയൊക്കെ ആവും. പിന്നെ സ്പീച്ച് തെറാപ്പിയിലോട്ട് പിറ്റേ ദിവസം കടന്നു. അപ്പോൾ സ്പീച്ച് തെറാപ്പീൻ്റെ ഫസ്റ്റ് ഘട്ടം നമുക്ക് മനസ്സിലായത്, നിഹാലിനെ ഒരു മുക്കിലോട്ട് ചേർത്ത് ഇരുത്തി, അനങ്ങാൻ പറ്റാത്ത രീതിയിൽ ഇരുത്തിയിട്ട് ഇവരിങ്ങനെ 2 നേഴ്സുമാർ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നിട്ട് ഒരു ബോൾ എടുത്തിട്ട് വന്നിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്നുണ്ട്. എന്നിട്ട് ബോൾ താ പറഞ്ഞിട്ട് ഇവർ പരസ്പരം എറിഞ്ഞ് കളിക്കുമ്പോൾ നിഹാലിന് ഇത് വേണം, പക്ഷെ നിഹാലിന് പറയാൻ കിട്ടുന്നില്ല. അപ്പോൾ അവർ നിഹാലിനോട് ഇതേപോലെ, നിഹാലിന് വേണോ, എന്നാൽ നിഹാൽ പറയൂ, ബോൾ താ പറയൂ, എന്നാൽ തരാം. ഇവരിങ്ങനെ പരസ്പരം ബോൾ താ പറയല്ലേ. അപ്പോൾ നിഹാലിങ്ങനെ പറയാൻ കിട്ടാണ്ട് താ എന്നൊക്കെ പറഞ്ഞിട്ട്, താ എന്നല്ല, ബോൾ താ പറയൂ നിഹാൽ, എന്നാൽ തരാം, നിഹാലിന് പറ്റും. അങ്ങനെ ഇവർ കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ ബോൾ താ പറഞ്ഞിട്ട് എറിഞ്ഞപ്പോൾ നിഹാൽ അതേപോലെ താ പറഞ്ഞു. പിന്നെ ബോൾ താ തന്നെ പറഞ്ഞാൽ തരുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നിഹാൽ ബോൾ താ പറഞ്ഞു. ബോൾ താന്ന് കുറേ പ്രാവശ്യം പറയുമ്പോഴാട്ടോ പറയണത്, 1-2 പ്രാവശ്യമൊന്നുമല്ല. അങ്ങനെ അവർ ആദ്യം തന്നെ അത് മനസ്സിലാക്കി. അപ്പം തന്നെ അവർ നമ്മളോട് പറഞ്ഞു, അതായത് ഇവർക്ക് സ്വന്തമായിട്ട് സംസാരിക്കാനുള്ള കഴിവ് ഇല്ല, നമ്മളത് പഠിപ്പിച്ചെടുക്കണം. അതായത് നമ്മൾ ഈ 4 വയസ്സോ 3 വയസ്സൊക്കെ അന്ന് അവന് കാണിച്ച സമയം കറക്റ്റായിരുന്നു. അപ്പോൾ ഇപ്പോഴേ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവരൊരു 6-7 വയസ്സാകുമ്പോഴത്തേനും സാധാരണ ഒരു നോർമൽ കുട്ടികൾ സംസാരിക്കുന്ന രീതിയിലോട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. നമ്മളിത് പരിശ്രമിച്ചിട്ടില്ലെങ്കിൽ ഇവരുടെ സംസാരവും കാര്യങ്ങളും ഒന്നും പുറത്തു കൊണ്ടുവരാൻ പറ്റില്ല, അവരത് മറന്നു പോകും, പിന്നീട് പുറത്തെടുക്കാൻ പറ്റില്ല. ഈ സമയം കറക്റ്റാണെന്നുള്ളത് അന്ന് എനിക്ക് അവർ പറഞ്ഞു തന്നപ്പോൾ ഞാനത് മാക്സിമം മൈൻഡിൽ വെച്ചു. എങ്ങനെയാണ് ഇവർ ഓരോന്ന് ചെയ്യണത്. പിറ്റേ ദിവസം ഇവരുടെ പേര് പറഞ്ഞ് കളിക്കാൻ തുടങ്ങി. ഇവർ 2 പേരും ലത, റാണി, അങ്ങനെ എന്തോ ഒരു പേര്. അങ്ങനെ എന്നിട്ട് ഞാനാരാണ്, നീ ലത, അങ്ങനെ പറയുമ്പോൾ ഇവർ പരസ്പരം പേര് പറയുമ്പോൾ ഇതാരാണ്, നീ ആരാണ്, അപ്പോൾ കുറേ നേരം നിഹാൽ, അപ്പോൾ നിഹാൽ, അങ്ങനെ നിഹാൽ എന്നൊക്കെ അവിടെ നിന്ന് തന്നെ ഇവർ എന്താ പറയുക, ഒരു 4 വയസ്സിൽ തന്നെ നിഹാൽ ഞാനാരാണെന്നൊക്കെ പറയുമ്പോൾ നിഹാൽ ഇങ്ങനെ നെന്നത്ത് കൈവച്ചിട്ട് നിഹാലിന് വ്യക്തമല്ല, എന്നാലും അവന് അങ്ങനെ പേര്. അങ്ങനെ 2-3-4 ദിവസം നിന്നപ്പോൾ ഇവരിങ്ങനെ സ്പീച്ച് തെറാപ്പീൻ്റെ കുറച്ച് ഘട്ടങ്ങൾ നമുക്ക് കാണിച്ചു തന്നു. അപ്പം തന്നെ എനിക്ക് സ്പീച്ച് തെറാപ്പി എങ്ങനെ കൊടുക്കേണ്ടത് എന്താണെന്ന് ചെറിയൊരു ഐഡിയ കിട്ടി. അപ്പം ഞാൻ ആദ്യം മനസ്സിൽ വെച്ചു, ഒരാൾക്ക് ഒറ്റയ്ക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല, 2 ആളുണ്ടെങ്കിലാണ് ഇത് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് അപ്പം തന്നെ എനിക്ക് മനസ്സിലായി എന്നുള്ളത്. പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ നിഹാലിനെ അവരിങ്ങനെ ഇറുക്കി പിടിച്ചിട്ട് ഇങ്ങനെ സ്ലൈമിൽ ഇങ്ങനെ കളിപ്പിച്ചു, അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്തിനായിരിക്കും ഇങ്ങനെ ഇറുക്കി പിടിക്കുന്നതൊക്കെ. അപ്പോഴാണ് പിന്നെ അവർ നമുക്ക് പറഞ്ഞത്, എത്രത്തോണ്ട് ഇവനെ ഹൈപ്പർ പിടിച്ച് നിർത്താൻ പറ്റുമെന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്, എത്ര മിനിറ്റ് നിൽക്കുന്നൊക്കെ നോക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവന് ആ സ്ലൈമിൽ കുറച്ച് നേരം ഇങ്ങനെ കളിച്ചതും ഇവന് കുതറി ഓടി. പിന്നെ അതിങ്ങനെ ഓരോ ദിവസം അവർ കുറച്ചായിട്ട് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവന്നു. പിന്നെ നമ്മളവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 10 ദിവസത്തിനുള്ള അവർ നമുക്ക് ഇവൻ്റെ കംപ്ലീറ്റ് പ്രശ്നങ്ങൾ വെച്ചിട്ട് ഒരു കത്തയച്ചു. ആ കത്തിൽ എനിക്ക് വിശദമായിട്ടൊരു കത്ത് തന്നെയായിരുന്നു അത്. അതിനെക്കുറിച്ചിട്ട് ഇനി അടുത്ത വ്ളോഗിൽ നമുക്ക് സംസാരിക്കാം.